വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 13ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ കഴിഞ്ഞ 12 ദിവസങ്ങൾ നമുക്കേറെ പ്രധാനപ്പെട്ടതായിരുന്നു. ലോകാരൂപിയെയും ലോകത്തിൻ്റെ വലിയൊരു കെട്ടിനെയും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു. നല്ലൊരു അനുതാപത്തിൻ്റെ അരൂപി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാനായി പരിശ്രമിക്കുകയായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്നത്തെ ദിവസം പ്രവേശിക്കുക. ഈ രണ്ടാമത്തെ ഘട്ടത്തെ 3 ആഴ്ചകളായിട്ടാണ് വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ 1ാമത്തെ ആഴ്ച ആത്മജ്ഞാനം എന്ന ഒരു വിഷയത്തെയാണ് കൈകാര്യം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ ബോധവാന്മാരാകുക, നമ്മുടെ ഒരു ആത്മീയ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവുക. എന്തുകൊണ്ടാണ് നമ്മൾ ചില അവസരങ്ങളിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞ് നമ്മൾ ഏത് തരത്തിലുള്ള ഒരു വ്യക്തിയാണ്, ആത്മീയ മണ്ഡലത്തിൽ പ്രത്യേകമായി നമ്മൾ ഏത് തരത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും കൂടുതൽ ത്യാഗപരിത്യാഗത്തിലൂടെ നമ്മുടെ ഈ ആത്മീയ നന്മകളെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തുകയും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ പുതുതായി പുണ്യങ്ങളെ ആർജിച്ചെടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരാഴ്ചയാണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പുണ്യങ്ങളെക്കുറിച്ച് ഈ ആഴ്ചയിൽ പഠിക്കും. ഇന്ന് 13ാമത്തെ ദിവസത്തിൻ്റെ വിചിന്തന വിഷയം പാപത്തിലേക്കുള്ള ചായ്വ് എന്നാണ്. ഇന്ന് നമുക്ക് പ്രത്യേകമായി ലഭിച്ചിരിക്കുക ലൂക്കായുടെ സുവിശേഷം 11ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ നമ്മൾ കാണുക, അവനൊരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിലൊരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ സ്വർഗസ്ഥനായ പിതാവിനെ അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക. ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം, ഇവർ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ശിഷ്യന്മാർക്ക് കർത്താവ് പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഇതുപോലൊരു ദൈവം, നമ്മുടെ അപ്പൻ ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തിനേലും ഭയപ്പെടണമോ? ശരിക്കും ശിഷ്യന്മാർക്ക് വലിയ ബലം കൊടുക്കുക. അതിനുശേഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ മുട്ടണം. പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ഉള്ളിലൊരു ദാഹമുണ്ടാകണം. ഇതാണ് പ്രത്യേകമായി നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്കുള്ള ചായ്വ് എന്നുള്ള വിഷയവുമായി നമ്മളിത് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ പോവുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7ാം അധ്യായത്തിൻ്റെ 14-19 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ആദിമഹത്വം എങ്ങനെയായിരുന്നു ശരിക്കും നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്? എങ്ങനെയാണ് നമുക്ക് നഷ്ടമായത്? എങ്ങനെയാണ് നമ്മളത് വീണ്ടെടുക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുക. പ്രിയപ്പെട്ടവരെ, തിയോളജി ക്ലാസ്സിൽ ഞാൻ വ്യക്തിപരമായി എനിക്ക് ഉയർന്നു വന്നൊരു സംശയം, ഞങ്ങളെ തിയോളജി ഓഫ് ഗ്രേസ്, ന്യൂമറ്റോളജി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, ആ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഞാൻ വ്യക്തിപരമായി ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു പ്രൊഫസറോട്. ആദിമാതാപിതാക്കൾ പാപം ചെയ്യുന്നതിന് കാരണമായ ഒരു വിഷയം ആ പറുദീസായിൽ ദൈവം നൽകി, ദൈവം അനുവദിച്ചു. അവിടെ ഒരു നന്മ തിന്മയുടെ വൃക്ഷം. എന്നിട്ട് ദൈവം ഒരു നിയമം കൊടുത്തു. ഒരു പക്ഷെ കർത്താവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതിയിൽ മനുഷ്യൻ്റെ കാലം അത്രയും അവിടുത്തെ പദ്ധതിയിൽ ഉണ്ടല്ലോ. ആൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്ത്യവുമായവൻ, അവനെല്ലാം അറിയാം. കർത്താവിൻ്റെ ദിവ്യജ്ഞാനത്തിൽ അവിടത്തേക്കെല്ലാം അറിയാം. അപ്പോൾ ഈ മനുഷ്യരുടെ വീഴ്ചയും ഇടർച്ചയും പാപത്തോടുണ്ടാകാൻ പോകുന്ന മമതയും പിശാചിൻ്റെ വരവുമൊക്കെ
അവിടുത്തെ ദിവ്യജ്ഞാനത്താൽ അവിടുത്തേക്ക് അറിയാമല്ലോ. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചത്, ഈ ആദിമാതാപിതാക്കൾ ഈ പഴം പറിക്കാൻ പോകുമ്പോൾ ദൈവം എവിടെയായിരുന്നു? പിശാച് വന്ന് നമ്മുടെ ഹവ്വ അമ്മച്ചിയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവം എവിടെയായിരുന്നു? എല്ലാ അവസരങ്ങളിലും വൈകുന്നേരങ്ങളിൽ ദിവസത്തിൽ കൂടെ ഉലാത്തിയിരുന്ന ദൈവം ഇങ്ങനെ ഒരു തിന്മയുടെ സമയത്ത് എന്തുകൊണ്ട് അവിടെ വന്ന് ഒന്നുകിൽ പിശാചിനെ ഓടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഹവ്വ അമ്മച്ചിയെ ശകാരിക്കാമായിരുന്നു. ഇനി ആ പഴം പറിച്ച് കഴിക്കുന്ന സമയത്തെങ്കിലും അവിടെ വരാമായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഉപമയാണ് അച്ഛനോട് പറഞ്ഞത്. അച്ഛാ, സത്യത്തിൽ നമ്മൾ പിള്ളേരുടെ കയ്യിൽ പിച്ചാത്തി കൊടുക്കത്തില്ല. മൂർച്ചയുള്ള ആയുധങ്ങൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കാറില്ല. കാരണം നമുക്കറിയാം അവരതുകൊണ്ട് അപകടം വരുത്തും. ഇതുപോലൊരു സാഹചര്യമല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പാപ സാഹചര്യം മുന്നിൽ നിർത്തി നമ്മുടെ ദൈവത്തിന് അറിവില്ലേ ഇവർ ശരിക്കും ഇതിനകത്ത് വീണു പോയേക്കുമെന്നും വീഴുമെന്നും? അപ്പോൾ ഇത് ശരിയായ ഒരു കാര്യമാണോ? അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ജോസഫ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഒത്തിരി പ്രായം ചെന്നൊരു അച്ഛനാണ്. 2 വാക്കിംഗ് സ്റ്റിക്കിലാണ് വരിക. ഈ അച്ഛൻ ഇങ്ങനെ തല താഴ്ത്തിയിരുന്ന പഠിപ്പിക്കുക. എൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ അച്ഛൻ തല ഉയർത്തി. വല്ലപ്പോഴും തല ഉയർത്തുള്ളൂ, അത് ആരാ പറഞ്ഞെന്നറിയാം. അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, നോ 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 ബ്രദർ, ഒരിക്കലുമല്ല. വിവേകമില്ലാത്ത കുട്ടികളുടെ കയ്യിൽ പിച്ചാത്തി കൊടുത്തു വിട്ട കഥയല്ല ഉൽപ്പത്തിയുടെ കഥ. അവർക്ക് അറിവുണ്ടായിരുന്നു, ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, ദൈവം ആരാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു, ദൈവം കൂടെ നടന്നിരുന്നു, ദൈവാനുഭവം ഉണ്ടായിരുന്നു. ദൈവം ആരാണെന്ന് അറിഞ്ഞിട്ടും പിശാചിൻ്റെ പുറകെ പോകുമ്പോൾ ദൈവം നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കോടാലി വയ്ക്കില്ല. ഇനി ഇത് വ്യക്തമാക്കി ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇത് ശരിക്കും ഒരു തിയോളജി ലെവലിൽ നിങ്ങളത് മനസ്സിലാക്കണം. ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാമെങ്കിലും അച്ഛൻ ഇത് പറയാൻ ആഗ്രഹിക്കുക. വിശുദ്ധ കൊച്ചിത്രേസ്യ പുണ്യവതിയൊക്കെ പഠിപ്പിച്ച കാര്യം ഇതാണ്. അതായത് വിശുദ്ധ കൊച്ചിത്രേസ്യ പുണ്യവതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും വിശുദ്ധയാകണം, ഒരു പരിപൂർണത പ്രാപിക്കണമെന്ന് കുഞ്ഞുനാളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ആഗ്രഹമുള്ളിലുണ്ടായിരുന്ന ഒരു കൊച്ചു വിശുദ്ധയാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ വിശുദ്ധരെങ്ങനെയാണ് നടക്കുക, വിശുദ്ധരെങ്ങനെയാണ് സംസാരിക്കുക, എന്തൊക്കെയാണ് ആർജിച്ചെടുക്കേണ്ടത്, അവൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം എങ്ങനെ സ്വന്തമാക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ശരിക്കും കൊച്ചിത്രേസ്യ പുണ്യവതിയുടെ താല്പര്യം. അങ്ങനെ ഒരു പരിശ്രമം നടത്തിയ ഈ പരിശ്രമത്തിൻ്റെ നാളുകൾ നീണ്ടുപോകുമ്പോൾ മനസ്സിലാകുന്നു, എൻ്റെ പരിശ്രമത്തെക്കാൾ ഉപരിയായി സ്വർഗം എനിക്ക് തരുന്ന സഹായമാണ് ഏറെ പ്രധാനപ്പെട്ടത്. വിശുദ്ധ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഉപമയാണ് പറയുക. യേശുവിൻ്റെ കൈകളിലെ പന്തുകളല്ലോ നമ്മൾ. അവൻ വലിച്ചെറിയും, പിന്നെ ആഞ്ഞടിക്കും, പിന്നെ തട്ടി 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 മെല്ലെ കയ്യിലെടുക്കും. ഉണ്ണീശോയുടെ കയ്യിലെ പന്താണ് ഞാൻ. എന്നെ ഇട്ട് കളിച്ചോട്ടെ. ചില സമയത്ത് എന്നെ മറന്നു പോകും, പിന്നീട് എന്നെ ഓർക്കും, കട്ടിലിൻ്റെ അടിയിൽ നിന്ന് എവിടുന്നേലും തപ്പിയെടുക്കും, പിന്നെയും മറക്കും. ഞാനൊരു പന്താണ്. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ആന്തരിക ജീവിതം എന്ന് പറയുന്നതും ആന്തരിക നിലപാടെന്ന് പറയുന്നതും പരിശുദ്ധ അമ്മയിൽ നിന്ന് വിശുദ്ധ കൊച്ചിത്രേസ്യ പുണ്യവതി അടക്കം സകല പുണ്യവാന്മാരും ഇങ്ങനെ ആർജിച്ചെടുത്ത ഒരു നിലപാടാണ്. സ്വർഗം എന്തു പറയുന്നു അതിൻ്റെ എല്ലാ തലങ്ങളും മനസ്സിലായില്ലെങ്കിൽ പോലും സ്വർഗത്തിൻ്റെ കയ്യിൽ ഒരു പന്ത് പോലെ തട്ടിക്കളിക്കുവാൻ നമ്മളെ തന്നെ ഇട്ടുകൊടുക്കുക. ഇതാ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവരെ, ഇത് ഏറെ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധരാരും വിശുദ്ധരായത് അവരുടെ പരിശ്രമം കൊണ്ടല്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾക്ക് പരിശ്രമമൊന്നും വേണ്ട. ഇടക്കാലത്ത് സഭയിലുണ്ടായ ഒരു പ്രശ്നമാണ്, ഭയങ്കര പരിശ്രമമാണ്.
ഒത്തിരി ജപമാല ചൊല്ലുക, ത്യാഗപരിത്യാഗങ്ങൾ ചെയ്യുക, ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ കൃപ ആർജിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം. ഞാൻ ചെയ്യുന്നതിനനുസരിച്ചാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളൊരു വിചാരം, അതും തെറ്റാണ്. അപ്പോൾ കുറേ പേര് പിന്നെയും പറയാൻ തുടങ്ങി, എനിക്ക് കൃപ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പാപത്തിൽ ജീവിക്കുന്നു. അവരെയൊക്കെ ദൈവം സഹായിച്ചു, അതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടു. ഇതും തെറ്റാണ്. ഇനി കൃത്യമായിട്ടുള്ള നിലപാടാണ് അച്ഛൻ പറയുക. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇച്ചിരി കഠിനമാണെന്ന് എനിക്കറിയാം. ഒന്ന് ശ്രദ്ധ വെച്ചാൽ ഒരു വലിയ ആത്മീയ മർമ്മമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുസഭയുടെ ഒരു പഠനമാണ്. അതായത് ഒരു 3 പില്ലറുകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പില്ലറ് ദൈവം, സർവത്തിൻ്റെയും സർവവുമായവൻ. അവനിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. നമ്മളൊരു ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ഈ ദിവ്യ പ്രേരണ തരുന്ന പരിശുദ്ധാത്മാവ്, സത്യമായും ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, നമ്മളൊരു നന്മ ചെയ്താൽ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് എടുക്കാനില്ല. പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയാക്കിയത് പരിശുദ്ധാത്മാവാ. ഓരോ മനുഷ്യരും ഇപ്പോൾ വചനം പറയുന്നവരായിക്കോട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നവരായിക്കോട്ടെ, എന്തെങ്കിലും കൃപകൾ ലഭിച്ചവരായിക്കോട്ടെ, അവർക്ക് ആ കൃപയുടെ ക്രെഡിറ്റ് അത് ദൈവത്തിൻ്റെ സ്വന്തമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്, അവിടുത്തെ സമ്മാനമാണ്. അതാണ് ഒന്നാമതായിട്ട് ഒരു വിശുദ്ധനെ വിശുദ്ധനാക്കുന്നത്, വിശുദ്ധയെ വിശുദ്ധയാക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യ പ്രേരണകളാണ്. എല്ലാം അവിടെ നിന്ന് ആരംഭിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത് പേഴ്സൺസ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്ന ദൈവത്തിൻ്റെ സൃഷ്ടി, ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ ആരാണ്? ഇമാഗോ ദേയി, ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഛായ. കർത്താവിനെ പോലെ വലിയ അവിടുത്തെ സ്നേഹം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയും അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും അവിടുത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമുള്ള വലിയ കൃപ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്യക്തിത്വത്തെ കർത്താവ് ഭയങ്കരമായി മാനിക്കുന്നു. നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ സ്വർഗം നമ്മളെ മാനിക്കുന്നു. എനിക്കൊരു കാര്യം പറ്റില്ല എന്ന് സ്വർഗത്തിനോട് പറഞ്ഞാൽ സ്വർഗം അത് മാനിക്കും. നമ്മൾ വിചാരിക്കരുത് സ്വർഗം പദ്ധതി ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ എന്ന്. സ്വർഗീയ പദ്ധതികളെ നമുക്ക് മാറ്റി തകിടം മറിക്കാം. ദൈവവിളിയുള്ള വ്യക്തികൾക്ക് ദൈവവിളി നശിപ്പിച്ച് കളയാം. സ്വർഗം പദ്ധതി കണ്ട ചില സ്വർഗീയമായിട്ടുള്ള ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും. കാരണം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വർഗമെന്നാൽ അല്ല, നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് ദൈവം നമ്മളെ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുമ്പോൾ അവിടെ നമ്മളെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പില്ലർ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മുടെ വലിയ സ്വാതന്ത്ര്യം, ഫ്രീഡം, വലിയ സ്വാതന്ത്ര്യം. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ എന്തിനാ ഇത്രയും സ്വാതന്ത്ര്യം തന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ഹി ഗേവ് ഫ്രീഡം ഫോർ us to choose him. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വിചാരിക്കരുത് പിശാചിൻ്റെ പുറകെ പോകാനാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം സ്നേഹമാണ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് എന്തിനാണ് സ്വർഗത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ശക്തി ധരിപ്പിക്കുന്നു. മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഗ്രേസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് നിന്റെ അന്തരാത്മാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ നീ ഇതാ സത്യമായും നിന്റെ ഉള്ളു നിറയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നു. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സത്യത്തിൽ ഈ മൂന്നാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ പരിശുദ്ധ അമ്മ എടുത്ത നിലപാട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം പൂർണ്ണമായും ദൈവത്തിനു മുമ്പിൽ അടിയറ വെച്ചു എന്നുള്ളതാണ്. നമുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഓരോ ചെറു കാര്യങ്ങൾ ചെയ്യുമ്പോഴും 2 തരത്തിൽ ചെയ്യാം. നമ്മളൊരു പാത്രം കഴുകുന്നതാണെങ്കിൽ പോലും അതിനെ നമുക്ക് വിശുദ്ധിയോടുകൂടി ചെയ്യാം, അല്ലാതെയും ചെയ്യാം. നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാം, ഓരോ കാര്യങ്ങളിലും ദൈവത്തെ തള്ളിക്കളയാം.
ദൈവീകമായി ചെയ്യാം, നമ്മുടെ പുണ്യങ്ങളെ വളർത്താം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദൈവ മഹത്വം നമ്മിൽ ഉൾച്ചേർത്തുകൊണ്ടാണ്. ഈ ആദി പാപം മൂലം നമ്മൾക്ക് ഈ കൃപാവരം നഷ്ടപ്പെടുകയാണ്. മതബോധന ഗ്രന്ഥം 378, 375 കണ്ണികളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ദൈവം ഉലാത്തുന്ന ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചിരുന്ന നമ്മുടെ ആദി മാതാപിതാക്കൾ അവര് ഉത്ഭവ വിശുദ്ധി അനുഭവിച്ചിരുന്നു. ഉത്ഭവ വിശുദ്ധിയുടെ ഈ കൃപാവരം ദൈവീക ജീവനിലുള്ള ഭാഗഭാഗിത്വം തന്നെയാകുന്നു. പ്രിയപ്പെട്ടവർ, ഇതേറെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കുപറ്റുന്നതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്ഭവ വിശുദ്ധി എന്ന് പറയുക. ദൈവം നമ്മളെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. ഇത് നഷ്ടമാക്കപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന വലിയ ആ സ്വാതന്ത്ര്യത്തെ, അതായത് നമുക്കൊരു വ്യക്തിത്വം കർത്താവ് തന്നിട്ടുണ്ട്, നമുക്കൊരു സ്വാതന്ത്ര്യം, ഒരു മനസ്സ് അത് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉൽപ്പത്തിയിലെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സന്തുലിതാവസ്ഥയുണ്ട്. ഈ സന്തുലിതാവസ്ഥയ്ക്കാണ് വലിയ മാറ്റം സംഭവിക്കുക പാപത്തിലൂടെ. പാപം എന്ന് പറയുന്നത് ഒരു വലിയ അലങ്കോലപ്പെടലാണ്. ദൈവവുമായുള്ള ബന്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ പാപം സംഭവിച്ചതിന് ശേഷം, ഞാനത് ഒത്തിരി വിവരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. ഭാര്യയുടെ മേല് ഭർത്താക്കന്മാർ നടത്തുന്ന കടന്നാക്രമണങ്ങൾ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുണ്ടാകുന്ന സ്നേഹക്കുറവുകൾ, എത്ര വലിയ സ്നേഹത്തിൻ്റെ ഒരു ഐക്യത്തിലായിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ ഈ ജീവിതം സത്യത്തിൽ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെയും ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തെയും യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തെയും ഒക്കെ നമ്മളിങ്ങനെ നോക്കി ധ്യാനിക്കുകയും ആഗ്രഹിക്കുകയും നമ്മുടെ ഹൃദയം അമ്മയുടെ ഹൃദയം പോലെ വിമലീകരിക്കപ്പെടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇത്രമാത്രമാണ്. അതിൻ്റെ യഥാർത്ഥ കാതൽ പറയുന്നത് നമ്മൾ ഈ ദൈവസ്നേഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകൾ നമ്മൾ പൊട്ടിച്ച് നമ്മൾ യഥാർത്ഥ ദൈവസ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉൽപ്പത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് എല്ലാ ജീവജാലങ്ങളും വിധേയപ്പെട്ടിരുന്നു. ഉൽപ്പത്തി 1:28 നമ്മൾ കാണുന്നുണ്ട്. പ്രപഞ്ചം മനുഷ്യനെതിരാകുന്ന ഒരവസ്ഥ. നട്ട കിളുക്കുന്നില്ല. വന്യജീവികൾ മനുഷ്യരെ ആക്രമിക്കുന്നു. പ്രകൃതി മനുഷ്യനെ ജീവിക്കുന്നതിന് പ്രതികൂലത സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദൈവം പ്രപഞ്ചത്തിന് രൂപം നൽകിയതും മനുഷ്യന് രൂപം നൽകിയതും. വലിയൊരു അസന്തുലിതാവസ്ഥ പ്രകൃതിയിൽ സംഭവിക്കുകയാണ് പാപത്തിൻ്റെ ഫലമായി. അപ്പോൾ നമ്മൾ ഈ ദൈവവുമായുള്ള ബന്ധം ക്രമപ്പെടുത്തുന്നതിലൂടെ, സഹോദരങ്ങളുമായുള്ള ബന്ധം ക്രമപ്പെടുത്തുന്നതിലൂടെ, പ്രകൃതിയുമായുള്ള ബന്ധം ക്രമപ്പെടുത്തുന്നതിലൂടെ, നമ്മൾ വലിയ ഒരു സ്നേഹത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ സ്നേഹം തന്നെയായ ദൈവത്തിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുന്നതിന് അമ്മയുടെ വിമല ഹൃദയം നമ്മളെ വിമലീകരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ പരിശ്രമിക്കുക. മതബോധന ഗ്രന്ഥം 417 ഖണ്ഡികയിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: തങ്ങളുടെ ആദ്യ പാപം മൂലം വ്രണിതവും തന്മൂലം ഉത്ഭവ വിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ടതുമായ ഒരു മനുഷ്യ പ്രകൃതിയെയാണ് ആദവും ഹവ്വായും തങ്ങളുടെ പിൻഗാമികൾക്ക് പകർന്നു കൊടുത്തത്. ഈ നഷ്ടാവസ്ഥയെയാണ് ഉത്ഭവ പാപം എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിൻ്റെ 1-ാമത്തെ ആഴ്ചയിലെ ആദ്യത്തെ വിചിന്തനം തന്നെ ഈ പാപത്തോടുള്ള ചായ്വാണ്. നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട. ഐ എം എ പൊട്ടൻഷ്യൽ സിന്നർ. അതായത് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ
അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ പറയുന്നത് പോലെ, എൻ്റെ ഈ പാപാവസ്ഥകൾ വായിക്കുമ്പോൾ നിങ്ങൾ പുണ്യവാന്മാരാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയേക്കാം. എങ്കിലും ഈ വക പാപങ്ങളിലെല്ലാം വീഴാൻ സാധ്യതയുള്ള ഒരാത്മാവ് തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ എളിമപ്പെടണം. ഈ പാപ സാഹചര്യങ്ങളിലേക്കൊക്കെ ആര് വേണേലും എപ്പോൾ വേണേലും വീണുപോകാം. വലിയ വിശുദ്ധർക്ക് പോലും പ്രിയപ്പെട്ടവരെ ഈ പാപത്തിൻ്റെ പ്രേരണകളും പാപത്തിൻ്റെ വലിയ ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ഏറെ എളിമപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഈ വിമല ഹൃദയത്തോട് ചേർന്ന് നിൽക്കാം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള മനുഷ്യൻ്റെ കഴിവ് അമ്മയുടെ ഹൃദയത്തിലുണ്ട്. എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് ഈശോയെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് സ്വർഗീയ പദ്ധതികൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകൾ വയ്ക്കേണ്ടത്, ഇത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു. അമ്മയുടെ ഹൃദയം നമ്മളെയും വിമലീകരിക്കും. നമുക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, ഈ പാപത്തിൻ്റെ ചായ്വുകൾ, അവിടുത്തെ വേദനിപ്പിക്കുന്ന നമ്മുടെ പ്രവൃത്തികൾ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈശോയെ സ്നേഹിക്കേണ്ടതെന്ന് അമ്മ മാതാവേ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. യഥാർത്ഥ മരിയഭക്തി 199 ഖണ്ഡികയിൽ വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തങ്ങളുടെ മാതാവായ കന്യകയുടെ ശക്തിയിലും നന്മയിലും വലിയ വിശ്വാസമുണ്ട്. അവളുടെ മാധ്യസ്ഥം വഴി പാപങ്ങൾക്ക് പൊറുതി ലഭിക്കാനും ക്ലേശങ്ങളിലും ഉത്കണ്ഠകളിലും അവളുടെ മാതൃത്വത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനും വേണ്ടി അവളുടെ കരുണയിലും ദയയിലും അവർ അഭയം തേടുന്നു. അവളുടെ സ്നേഹനിർഭരമായ നിർമ്മല വക്ഷസ്സിൽ അതുല്യമാമിതം തങ്ങളെ തന്നെ നിക്ഷേപിക്കുകയും അതിൽ ഒളിക്കുകയും അതിൽ ലയിച്ചു ചേരുകയും ചെയ്യുമ്പോൾ സ്നേഹാഗ്നിയാൽ അവർ പ്രശോഭിതരാകുന്നു. അതോടെ അവരുടെ പാപമാലിന്യത്തിൻ്റെ ഒരു കെട്ടുപോലും അവശേഷിക്കാത്ത വിധം അവർ ശുദ്ധീകൃതരാകുന്നു. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗളിക്കും പ്രകാശമേ, അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദൈവമേ,
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഓ മറിയത്തിൽ വാഴുന്ന യേശുവേ, അങ്ങയുടെ ദാസരിൽ വന്ന് വസിക്കണമേ. അങ്ങേ വിശുദ്ധിയുടെ അരൂപിയാലും അങ്ങേ ശക്തിയുടെ നിറവിനാലും അങ്ങേ പുണ്യത്തിൻ്റെ സത്യമോടെയും അങ്ങേ മാർഗത്തിൻ്റെ പൂർണ്ണതയിലും അങ്ങേ രഹസ്യങ്ങളുടെ അകമ്പടിയോടെയും തിന്മകളുടെ ശക്തികളെയെല്ലാം തുരത്തേണമേ. അങ്ങേ അരൂപിയാൽ പിതാവിൻ്റെ മഹത്വത്തിനായി എന്നും എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. ഏറ്റവും സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകുന്ന കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം അങ്ങനെ അനുവദിക്കണമേ. പരിശുദ്ധമായ അടിമത്തം എന്ന ഭക്താഭ്യാസം വഴി അങ്ങ് അവിടുത്തെ അമ്മയെ എനിക്ക് നൽകി. മാതാവിലൂടെ അങ്ങ് എനിക്ക് വർഷിച്ച കൃപാവരങ്ങൾ എത്ര അനവധിയാണ് നാഥ. അങ്ങയുടെ തിരുമുമ്പിൽ അമ്മയത്രേ എനിക്കുറപ്പുള്ള മധ്യസ്ഥ. എൻ്റെ ഏറ്റവും ദാരുണമായ കഷ്ടതകളിൽ പരിശുദ്ധ കന്യകയാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്രയം. കഷ്ടം, ഓ എൻ്റെ ദൈവമേ, ഈ വത്സല മാതാവില്ലായിരുന്നെങ്കിൽ ഞാൻ വലിയ ദുർഭകനാകുമായിരുന്നു. തീർച്ചയായും ഞാൻ നശിച്ചു പോവുകയും ചെയ്തേനെ. അതെ, അവിടുത്തെ നീതിപൂർവമായ കോപത്തെ ശാന്തമാക്കാൻ മറിയം അങ്ങയുടെ സമീപത്തും മറ്റെല്ലാ ഇടങ്ങളിലും എനിക്ക് വേണ്ടി ഉണ്ടാകണം. എന്തെന്നാൽ പലപ്പോഴും ഞാൻ അവിടുത്തെ ദ്രോഹിക്കുന്നു. അങ്ങയുടെ നീതിപ്രകാരം ഞാൻ അർഹിക്കുന്ന നിത്യനാശത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ എന്നെ രക്ഷിക്കട്ടെ. മറിയം അവിടുത്തെ ധ്യാനിക്കട്ടെ, അങ്ങയോട് സംസാരിക്കട്ടെ, അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ, അങ്ങയെ സമീപിക്കട്ടെ, അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. മറിയം എൻ്റെ ആത്മാവിനെയും മറ്റുള്ളവരുടെ ആത്മാക്കളെയും രക്ഷിക്കാൻ സഹായിക്കട്ടെ. ചുരുക്കത്തിൽ ഞാൻ എപ്പോഴും അങ്ങയുടെ ദിവ്യഹിതം നിർവഹിക്കുവാനും അവിടുത്തെ ഉപരിമഹത്വം സാധിക്കുവാനും മറിയം എനിക്ക് അത്യാവശ്യമത്രേ. അവിടുന്ന് എന്നോട് കാണിച്ച വലിയ കാരുണകളെ ലോകം മുഴുവനും പോയി പ്രഘോഷിക്കുവാൻ എനിക്ക് കഴിയുമോ? മറിയമില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരും നിത്യനാശത്തിലാകുമായിരുന്നുവെന്ന് ഓരോ മനുഷ്യരും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ അനുഗ്രഹത്തിന് അർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുമോ? മറിയം എന്നിലുണ്ട്. ഓ അക്ഷയമായ നിധിയെ, ഓ എത്ര വലിയ ആശ്വാസം! ഞാൻ പൂർണ്ണമായും അവളുടേതല്ലാതായി പോകുമോ? ഓ എത്ര വലിയ നന്ദിഹീനത! ഓ എൻ്റെ പ്രിയ രക്ഷക, ഈ അത്യാപത്തിൽ പെടുന്നതിനേക്കാൾ എന്നെ മരിപ്പിച്ചാലും. എന്തുകൊണ്ടെന്നാൽ ഞാൻ പരിപൂർണമായും മറിയത്തിൻ്റേതാകുന്നില്ലെങ്കിൽ ഞാൻ മരിക്കുകയാണ് ഭേദം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കൂടെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം അവളെ എൻ്റെ അമ്മയായി സ്വീകരിക്കുകയും അത്രയും പ്രാവശ്യം തന്നെ എന്നെ അവൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രിയ ഈശോയെ, അങ്ങ് അഭിലഷിക്കുന്ന രീതിയിൽ എൻ്റെ സമർപ്പണം ഇപ്പോഴും നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഈ സമർപ്പണം അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ നവീകരിക്കുന്നു. പ്രിയ ഈശോയെ, എൻ്റെ ആത്മാവിലോ ശരീരത്തിലോ ഈ മഹത്വമുള്ള രാജ്ഞിക്ക് അർപ്പിതമല്ലാതായി എന്തെങ്കിലും കാണുന്നെങ്കിൽ അങ്ങ് അതിനെ എന്നിൽ നിന്ന് ദൂരെ അകറ്റണമേ. എന്നിൽ മറിയത്തിനല്ലാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഥ, അത് അങ്ങേക്ക് അനുഗുണമുള്ളതല്ല. ഓ പരിശുദ്ധാത്മാവേ, ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് നൽകണമേ. എൻ്റെ ആത്മാവിൽ മറിയമാകുന്ന യഥാർത്ഥ ജീവൻ്റെ വൃക്ഷം അങ്ങ് നടയണമേ. അതിനെ പരിപാലിച്ച് വളർത്തണമേ. അങ്ങനെ അത് വളർന്ന് പുഷ്പിച്ച് ജീവൻ്റെ ഫലം സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വിശ്വസ്ത വധുവായ മറിയത്തോട് എനിക്ക് വലിയ ഭക്തി തരണമേ. പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിൽ ആഴമായ വിശ്വാസം എനിക്ക് നൽകിയാലും ദിവ്യജനനിയുടെ കരുണയിൽ അഭയം തേടാൻ എന്നെ സഹായിക്കണമേ. അതുവഴി വലിയവനും ശാന്തനുമായ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ വളർത്തുവാൻ അവിടുത്തേക്ക് സാധിക്കട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെ അനാദിയായ
പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളിൽ നിറയണമേ. എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളിൽ നിറയണമേ. സ്വർഗീയ നീരുറവേ, ഞങ്ങളിൽ നിറയണമേ. ദഹിപ്പിക്കുന്ന അഗ്നിയെ, ഞങ്ങളിൽ നിറയണമേ. ആർദ്രമായ സ്നേഹമേ, ഞങ്ങളിൽ നിറയണമേ. ആത്മീയ അഭിഷേകമേ, ഞങ്ങളിൽ നിറയണമേ. സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പാപത്തെക്കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നാമം എഴുതണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാരം ഞങ്ങൾക്കായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കുവാൻ പ്രചോദനം നൽകണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ കർത്താവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുകി സത്പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ. ആമേൻ. ആരാധനയായി കേടും ആത്മനാഥനായി കേടും ആനന്ദ
ആനന്ദാമൃതമീ നിമിഷം സ്വർഗാധിനാഥൻ വരും നിമിഷം ആരാധനയായിടുന്നു ആത്മനാഥനായിടുന്നു ആനന്ദാമൃതമീ നിമിഷം സ്വർഗാധിനാഥൻ വരും നിമിഷം ആരാധനാസ്തുതിയേശുവേ സ്വർഗ്ഗത്തോട് ചേർന്ന് ആരാധന സ്തുതിയേശുവേ പ്രപഞ്ചത്തോട് ചേർന്ന് ആരാധന ഈശോയെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധന സ്തുതിയേശുവേ ഈശോയെ ആരാധന സ്തുതിയേശുവേ സ്തുതിക്കുന്നു ദൈവമേ. ആരാധന സ്തുതിയേശുവേ ആരാധന സ്തുതിയേശുവേ തമ്പുരാനേ, ആരാധന സ്തുതിയേശുവേ ദൈവത്തിന്റെ സ്നേഹം പനിമഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന സമയം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് വലിയ സ്നേഹത്തോടെ കടന്നു വരുന്ന സമയം, നമ്മളെ ചേർത്ത് പിടിച്ച് അവിടുന്ന് താലോലിക്കുന്ന സമയം, കണ്ണുനീര് തുടച്ച് നമ്മുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് അവന്റെ മാറിടത്തിൽ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്ന സമയം, നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. തിരുവോസ്തിരൂപൻ ഈശോ തിരുമാംസം നൽകിയ സ്നേഹം അവിടുത്തെ ഏറ്റവും വലിയ സ്നേഹം, തിരുവോസ്തിരൂപൻ ഈശോ കുർബാനയായ സ്നേഹം. തിരുമാംസം നൽകിയ സ്നേഹം ഈശോയെ തകരുമി മനുജന്റെ ജീവിത ദുഃഖങ്ങൾ ഉയർത്തുന്നു നാഥ അഞ്ജലിയാ ഈശോയെ കരുമി മനുജന്റെ അവ ഏറ്റെടുക്കുന്ന സമയമോ ദുഃഖങ്ങൾ ഉയർത്തുന്നു നാഥ പൂർണ്ണമായി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആരാധന സ്തുതിയേശുവേ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞേ, ആരാധന സ്തുതിയേശുവേ ആരാധന സ്തുതി. ആരാധന സ്തുതിയേശുവേ ഈശോയെ ആരാധന സ്തുതിയേശുവേ ആരാധന ഈശോയെ, സ്തുതിയേശുവേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന ദൈവമേ, ശിവേ അങ്ങേക്ക് സ്തുതി, ആരാധന. ശിവേ ശിവേ ആരാധന, 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 ആരാധന. മഹത്വപ്പെടുത്തുന്ന ദൈവമേ, മാലാഖമാരോട് ചേർന്ന്, സ്വർഗത്തിന്റെ സ്തുതികളോട് ചേർന്ന്, ഇസ്രായേലിന്റെ സ്തുതികളോട് ചേർന്ന്, എല്ലാ സൃഷ്ട പ്രപഞ്ചത്തിലെ സകല സൃഷ്ട വസ്തുക്കളോടും ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, രക്തസാക്ഷികളും വന്ദകരുമായിട്ടുള്ള സകലരോടും ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ആരാധന, നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യം. ഇതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ പറയുകയാണ്, മക്കളെ, നിങ്ങൾക്ക് വേണ്ടി
ഇതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങളോട് വെറും വാക്ക് പറയുകയാണോ ചെയ്തത്? ഞാൻ ജീവിതം നിങ്ങൾക്ക് തന്നില്ലേ? സ്നേഹിക്കണമെന്ന് പറയുകയാണോ ചെയ്തത്? സ്നേഹിച്ച് കാണിച്ചു തന്നില്ലേ? സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഞാൻ പറയുകയാണോ ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ തമ്പുരാൻ 100% മനുഷ്യനും 100% ദൈവവുമാണ്. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. നമ്മളിത് കൃത്യമായി മനസ്സിലാക്കണം. ഈശോ സഹിച്ചത് അവൻ്റെ മനുഷ്യ ശരീരത്തിലാണ്. ദൈവം സഹിച്ചുവെന്ന് കരുതരുത്. 100% മനുഷ്യനായ ദൈവത്തിൻ്റെ ശരീരത്തിൽ, അവൻ്റെ മനുഷ്യ മനസ്സിൽ അവൻ കുരിശു ചുമന്നു. പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട ആൻ കാതറിനെ മറിച്ച് കണ്ട ദിവ്യ ദർശനത്തിൽ ഇങ്ങനെയായിരുന്നു: കുരിശ് അവന് ഒരു കാരണവശാലും തനിയെ ഉയർത്തി അവന്റെ ചുമലിലേക്ക് വെക്കാൻ സാധിക്കുമായിരുന്നില്ല. പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന് താങ്ങാവുന്നതിനേക്കാൾ വലിയ ഭാരം. എന്നാലോ അവൻ അവന്റെ വലത്തു കൈയിൽ താങ്ങി അവന്റെ വലത്ത് ചുമലിലേക്ക് ആ കുരിശ് അവൻ ഉയർത്തി വെച്ചത് ലോകം കണ്ടു. പക്ഷെ ആൻകാതരനെ മറിച്ചിന് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തു. മാലാഖമാർ ആ കുരിശ് താങ്ങുന്നുണ്ടായിരുന്നു. ഗത്സമനിയിൽ അവൻ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ഈ ഭൂമിയിൽ നിന്ന് പിതൃസന്നിധിയിലേക്ക് ഇത്ര തീഷ്ണമായ പ്രാർത്ഥന ലോക ചരിത്രത്തിൽ അതിനു മുൻപോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ല. പിതാവേ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്തു മാറ്റണമേ. ഇതെനിക്ക് കഠിനമായി തോന്നുന്നു. മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും കയ്പ്, മാനവരാശിയുടെ മുഴുവന്റെയും പാപത്തിന്റെയും ഭാരം, മാനവരാശിയുടെ മുഴുവന്റെയും പാപത്തിന്റെ ശിക്ഷ ഇതൊരു മനുഷ്യന് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിതാവ് നിശബ്ദതയിലാണ്. മണ്ണിൽ വീണ് കിടക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിന്റെ പുത്രനാണ്. ദൈവം തന്നെ ആയവനാണ്. എങ്കിലും അവൻ മനുഷ്യനാണിപ്പോൾ. മണ്ണിൽ വീണ് കിടന്ന് അവൻ പ്രാർത്ഥിച്ചു. അവന്റെ കഠിന വേദനയും അവന്റെ ആന്തരികമായി അവൻ അനുഭവിച്ച ആ വലിയ പ്രയാസവും അവന്റെ വിയർപ്പ് തുള്ളികളോട് രക്തത്തുള്ളികൾ കലരുന്ന തരത്തിലുള്ള ആത്മസംഘർഷമായി മാറി. പ്രിയപ്പെട്ടവരെ, എങ്കിലും ദൈവം നിശബ്ദനായിരുന്നെങ്കിലും ദൈവം സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖയെ അയച്ചു. അവനെ ആശ്വസിപ്പിച്ചു, ബലപ്പെടുത്തി. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പ്രിയപ്പെട്ടവരെ, പാപം ഈശോ ഏറ്റെടുത്തപ്പോൾ ഈശോ അനുഭവിച്ചത് പിതാവുമായുള്ള ബന്ധത്തിലുള്ള ഒരു വിള്ളലാണ്. ഞാനും പിതാവും ഒന്നായിരിക്കുന്നു. പിതാവ് എന്താഗ്രഹിക്കുന്നുവോ അത് ഞാൻ ചെയ്യുന്നു. അവൻ എന്നിലും ഞാൻ അവനിലും ആയിരിക്കുന്നു എന്ന് പറഞ്ഞ പുത്രൻ പാപത്തിന്റെ പരിഹാരം ചെയ്ത സമയത്ത് പിതാവിനോട് ചോദിച്ചു, Why have you forsaken me? എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പിതാവ് അകലെയാണെന്ന് തോന്നി. പിതാവ് കൈവിട്ടെന്ന് തോന്നി. സ്വർഗം കൈവിട്ടെന്ന് തോന്നി. പ്രിയപ്പെട്ടവരെ, പാപം ഈശോ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ പാപമല്ലാത്തവനായിരുന്നിട്ടും അവൻ എല്ലാവരുടെയും പാപത്തിന്റെ ഫലം ഏറ്റെടുത്തു. അപ്പോൾ അവൻ അനുഭവിച്ചത് ദൈവം ഉണ്ട് എന്നറിയാമായിരുന്നിട്ടും ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്കുള്ള ചായ്വ്, നമ്മുടെ പാപവുമായി നമുക്കുള്ള ബന്ധം ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും. നീ പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ തമ്പുരാന്റെ ഹൃദയത്തെ കീറി മുറിച്ചാണ് നീ പോകുന്നതെന്ന് ഓർക്കുക.
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നിനക്ക് അഭയം തന്നിട്ടും ഇടം തന്നിട്ടും ആ ഹൃദയത്തെ മുറിച്ചുകൊണ്ടാണ് നീ പോകുന്നതെന്ന് ഓർക്കുക. യോസേപ്പ് പിതാവ് നീതിമാനായവൻ, ആ യോസേപ്പ് പിതാവിന്റെ നിർമ്മല ഹൃദയത്തെ മുറിച്ചുകൊണ്ടാണ് നീ പോകുന്നതെന്ന് ഓർക്കുക. അമ്മ മാതാവ് കടന്നുപോയ വ്യാകുലങ്ങളിലൂടെയൊക്കെ യോസേപ്പ് പിതാവും കടന്നു പോകുന്നുണ്ടായിരുന്നു. തിരുക്കുടുംബം ഏറ്റെടുത്തത് മാനവരാശിക്ക് വേണ്ടിയുള്ള വേദനയാണ്. അത് ആവർത്തിക്കപ്പെടുന്നു. ഈശോ കുരിശിൽ അർപ്പിച്ച ബലി ഒരൊറ്റ സംഭവമായിരുന്നില്ല, അതിന്റെ തനിയാവർത്തനങ്ങളാണ്. അതേപോലെ ഈശോ വീണ്ടും ക്രൂശിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7:14-19 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഇച്ഛിക്കുന്ന നന്മ ഞാൻ ചെയ്യുന്നില്ല, മറിച്ച് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിലാണ് നമ്മൾ. ലോകത്തിന്റെ അരൂപിക്ക് നമ്മുടെ മേൽ ആധിപത്യമുണ്ട്, നമ്മുടെ ജഡത്തിന്റെ മേൽ ആധിപത്യമുണ്ട്. ഇതൊരു പോരാട്ടമാണ്. ഈശോ കാൽവരിയിലേക്ക് നടത്തിയത് ഒരു പോരാട്ടമാണ്. കുരിശ് എപ്പോഴും എല്ലാ കാലത്തും പിശാചേറെ ഭയപ്പെടുന്ന അടയാളമായി മാറിയത് അങ്ങനെയാണ്. കർത്താവ് അവൻ പാപത്തിനെതിരെ പോരാടി വിജയിച്ച കുരിശ് നമുക്ക് സംരക്ഷണമായിരിക്കണം. നമ്മുടെ പാപത്തിന്റെ പരിണിത ഫലങ്ങള് നമ്മുടെ ആദി മാതാപിതാക്കൾ ചെയ്തത് തൊട്ട് തലമുറയായി നമ്മൾ ചെയ്തത്, നമ്മൾ അനുഭവിക്കുന്ന സ്വത്തുവകകളില്, നമ്മുടെ അനുദിന ജീവിതത്തില് നമ്മൾ തട്ടിച്ചും വെട്ടിച്ചും വേദനിപ്പിച്ചും എടുത്ത മറ്റുള്ളവരുടെ ജീവിത മാർഗത്തെ പോലും തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ നമുക്ക് ഇങ്ങനെ തടസ്സമായി തന്നെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കണ്ണുനീര് നമ്മുടെ കുടുംബത്ത് വീണിട്ടുണ്ടെങ്കിൽ, നമ്മൾ അനാവശ്യമായിട്ട് നമ്മളെക്കാൾ ബലമില്ലാത്തവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇത് ഒരു കെട്ടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കരുതരുത്. പലരുടെയും പ്രശ്നം ഇങ്ങനെയാണ്: കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒത്തിരി സംഭവിച്ചു, കുടുംബത്തിൽ സംഭവിച്ചു, വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചു, സമൂഹത്തിൽ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോ മരിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് വേണ്ടിയല്ല, ഇന്നും ജീവിക്കുന്ന നമ്മൾക്കും കൂടെ വേണ്ടിയാണ് ഈശോ കാൽവരി കയറുന്നത്. അവൻ്റെ കാൽവരി യാത്രയിൽ അവൻ ഇപ്പോഴും നമുക്ക് വേണ്ടി മരിക്കാമെന്ന് പറയുന്നതിൽ നമ്മുടെ രക്ഷയുണ്ട്. നമുക്ക് സാധിക്കുന്നവരൊക്കെ മുട്ടുമേൽ നിന്ന് കരം കൂപ്പി പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കാം. ഇത് നമ്മുടെ കുറ്റബോധത്തിന് വേണ്ടിയല്ല, ഇതൊരു അഭയപ്പെടലാണ്. കുരിശിൻ്റെ ചുവട്ടിലുള്ള അഭയപ്പെടല്. കർത്താവേ, കുരിശിൻ്റെ വിരിമാറിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും എൻ്റെ മേൽ തളിക്കപ്പെടട്ടെ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ തളിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ ദേവമാതാവേ, പുത്രൻ്റെ രക്തക്കുളത്തിൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കുളിപ്പിക്കണമേ. ബലിയുടെ യോഗ്യത സ്വീകരിക്കുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഈശോയേ കഴുകേണമേ, തിരുരക്തത്താലെന്നെ കഴുകേണമേ. ഈശോയേ എൻ്റെ വ്രണങ്ങൾ മുറിവുകേണമേ, പാപത്തിന്റെ ഭാരം തിരുരക്തത്താലെന്നെ കഴുകേണമേ. ധൂർത്തപുത്രനെ പോലെ ഈ ലോകത്തിൽ പാപത്തിന്റെ പന്നിക്കുഴികളിൽ കൂടി നടന്നു വരുന്ന എനിക്ക് എങ്ങനെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും? എന്നെ കുളിപ്പിക്കണമേ, എന്നെ തങ്കവസ്ത്രങ്ങൾ അണിയിക്കണമേ, എന്നെ തങ്കമോതിരം ധരിപ്പിക്കണമേ, എനിക്ക് അങ്ങയുടെ സ്നേഹത്താൽ ചെരുപ്പ് ധരിപ്പിക്കണമേ, എന്നെ കുളിപ്പിക്കണമേ. ഈശോയേ കഴുകേണമേ, പാപത്തിന്റെ ആസക്തി തിരുരക്തത്താലെന്നെ കഴുകേണമേ. പാപത്തോടുള്ള വലിയ ചായ്വ് താല്പര്യം കഴുകേണമേ, വീണു പോവുകയാണ് കർത്താവേ. തിരുരക്തത്താലെന്നെ കഴുകേണമേ. എന്നെ കുളിപ്പിച്ചെടുക്കണമേ അമ്മേ മാതാവേ. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അറിയാതെ വീണു പോകുന്നുവെന്ന് തോന്നുന്ന തരത്തിൽ ഞാനിങ്ങനെ പാപത്തിലേക്ക് നടന്നു പോകുന്ന ഒരു പ്രകൃതം എനിക്കുണ്ട്. വേണ്ട എന്ന് വെച്ചാൽ പോലും ഞാൻ കൃത്യമായി എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ ജഡത്തിൻ്റെ മാത്രമല്ല, എൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളുണ്ട്, എൻ്റെ വ്യക്തി താല്പര്യങ്ങളുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി തന്നെ നിൽക്കുന്ന സമയങ്ങളുണ്ട്. കർത്താവേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പാപത്തോടുണ്ടാകുന്ന ചായ്ച്ചിലുകളിൽ എൻ്റെ അധപ്പതിച്ച മനുഷ്യപ്രകൃതിയെ നീ പുനരുദ്ധരിക്കണമേ കർത്താവേ. ഈശോയേ കഴുകേണമേ, വീണ്ടെടുക്കണമേ. തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. പാപത്തിലേക്കുള്ള ചായ്വ് അതിശക്തമായി നിലനിൽക്കുന്ന ദൈവമേ, കഴുകേണമേ. ഈ പോരാട്ടത്തിൽ എന്നെ വിശുദ്ധീകരിക്കണമേ. രക്തത്താലെന്നെ കഴുകേണമേ. ഈശോയേ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. ഈശോ, ഈശോയേ കഴുകേണമേ. തിരുരക്തത്താലെന്നെ കഴുകേണമേ. ഈശോ, ദുഷ്ടന്റെ കൈ എന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. പലപ്പോഴും അവന്റെ പിടിയിൽ ഞാനിങ്ങനെ അമർന്നു പോകുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മാനവരാശിയുടെ മുഴുവന്റെ മേലും അവൻ നടത്തുന്ന സമ്മർദ്ദം ദൈവമേ പലപ്പോഴും ചെറുത്ത് നിൽക്കാൻ എനിക്ക് പറ്റാതെ വരുന്ന അവസ്ഥയിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം എന്നെ ബലപ്പെടുത്തട്ടെ. വിശുദ്ധരുടെ മാതൃക എന്നെ ബലപ്പെടുത്തട്ടെ. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയം എന്നെ ശക്തിപ്പെടുത്തട്ടെ. യൗസപിതാവിൻ്റെ നിർമ്മല ഹൃദയം എനിക്ക് കൂട്ടായിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ വിശുദ്ധരുടെ രക്തസാക്ഷിത്വം എന്നെ വിടുവിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം എന്നെ വിടുവിപ്പിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യത എന്നെ വിടുവിപ്പിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ സഭാപിതാക്കന്മാരുടെ യേശുവിനോടുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ അവർ കാണിച്ച വലിയ വിശ്വാസ സാക്ഷ്യം ഈ കെട്ടുകളിൽ നിന്ന് എന്നെ വിടുവിപ്പിക്കുന്നതിന് ശക്തിയായി മാറട്ടെ. തിരുസഭയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങൊഴുക്കിയ കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ദൈവമേ, പരിശുദ്ധ കൂദാശകൾ വഴി അങ്ങെനിക്ക് പങ്കുവെച്ചു തരുന്ന കൃപയുടെ യോഗ്യതയാൽ പിശാചിന് എൻ്റെ മേലുള്ള ആധിപത്യത്തിന്റെ കൈകൾ പിൻവലിക്കപ്പെടട്ടെ. ഈശോയേ കഴുകേണമേ, തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. വലിയ വീണ്ടെടുപ്പ് നടക്കുന്ന സമയമാണ്. ഈശോയേ ആവശ്യമുള്ളവരെയൊക്കെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പറയുന്നോ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് സ്വർഗത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വർഗം നീതിപൂർവം പ്രവർത്തിക്കുന്ന സ്വർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സ്വർഗമല്ല. അതുകൊണ്ടാണ് പാവന മധുബഹായിൽ ഈശോയുടെ സദൃശ്യമായ അപ്പത്തിലും വീഞ്ഞിലേക്കും, ഈശോയുടെ ശരീരരക്തത്തിൻ്റെ സദൃശ്യമായ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് ബലഹീനമായ പുരോഹിത കരങ്ങൾ ആ പാവന മധുബഹായിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി അതിങ്ങനെ താഴ്ത്തുമ്പോൾ സത്യമായും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് കർത്താവിൻ്റെ പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആരെയൊക്കെയാണോ വിശുദ്ധീകരിക്കേണ്ടത്, ആരെയൊക്കെയാണോ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് വിമലീകരിക്കേണ്ടത്, അവരെയൊക്കെ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ ആ നിയോഗത്തിൽ സ്വാർത്ഥത ഉണ്ടാകരുതേ. വേദനിപ്പിച്ചവരും ഉണ്ടാകണം, നിങ്ങളെ വെറുക്കുന്നവരും ഉണ്ടാകണം, ലോകം മുഴുവനും ഉണ്ടാകണം, പ്രാർത്ഥനാ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരുണ്ടാകണം. എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈശോ കരം നീട്ടി നമ്മളെ ആശീർവദിക്കുന്ന സമയം നമുക്ക് എളിമയോടെ മുട്ടുമടക്കി കർത്താവേ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പാപത്തിൻ്റെ ചായ്ച്ചിലുകളിൽ നിന്ന്, ഞങ്ങൾക്ക് പാപത്തോടുള്ള വലിയ പ്രതിബദ്ധതയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്